ഇറാൻ ഏതാണ്ട് 60 ലക്ഷത്തോളം വരുന്ന അഫ്ഗാനികളെ പുറത്താക്കാൻ പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാൻകാർ ഇറാനിലേക്ക് നുഴഞ്ഞു കയറിയതിൻ്റെ കാരണം നമുക്ക് കൃത്യമായിട്ടറിയാം. ആ രാജ്യത്തുള്ള അരക്ഷിതാവസ്ഥ അങ്ങേയറ്റം ഭീതിജനകമായിട്ടുള്ള ഒരു ഏതാണ്ട് 3-4 നൂറ്റാണ്ടുകളുടെ ചരിത്രം. ഇതെല്ലാം കൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ പ്രാണരക്ഷാർത്ഥം ഇറാനിലേക്ക് കുടിയേറിയത്. അവരെ മുഴുവൻ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ എന്ന വാർത്തയാണ് വരുന്നത്. ശരിക്കും ഈ ഇത്രയും വലിയൊരു പോപ്പുലേഷൻ, 60 ലക്ഷം എന്ന് പറയുന്നത് നിസ്സാര പോപ്പുലേഷൻ അല്ലല്ലോ. അത്രയും വലിയൊരു ജനസമൂഹത്തെ എങ്ങനെ അവർ പുറത്താക്കും? നുഴഞ്ഞു കയറ്റക്കാരായി എത്തിയിട്ടുള്ളത് 20 ലക്ഷം എന്നാണ് ഇറാന്റെ ഒരു കണക്ക്. ഇത് നുഴഞ്ഞു കയറിയവരുടെ കണക്കാണ്. ഇവരെയാണ് പുറത്താക്കുമെന്ന് പറയുക. ഏതാണ്ട് 60 ലക്ഷം അഫ്ഗാനികളാണ് ഇറാനിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു കണക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ അഫ്ഗാനികൾക്കൊന്നടങ്കം അവിടെ നിന്ന് ഇറാൻ വിടേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്ക വരുന്നത്. ഇറാൻ ഇപ്പോൾ സത്യത്തിൽ വളരെ ആശങ്കയിലാണ്. ആരാണ് തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ള ഒരു ആശങ്ക ഇറാനിൽ ഉടനീളമുണ്ട്. മൊസാദ് ചാരന്മാർ ചുറ്റും ഉണ്ട് എന്നുള്ളത് ഖമനേയിക്കും നന്നായിട്ടറിയാം. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ട് ഇറാൻ ആകെ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്കും ഒരുപാട് പേരെ ഇറാൻ പുറത്താക്കുകയും ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുകയും ഒക്കെ ചെയ്തു. അതിന് കാരണം ഇവരെല്ലാവരും ചാരന്മാരാണോ എന്നുള്ള സംശയം തന്നെയായിരുന്നു. അപ്പോൾ അതിനിടയിലേക്കാണ് ഈ 60 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം പേർ നുഴഞ്ഞുകയറ്റക്കാരാണ്. അവരെ പുറത്താക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ ഇറാൻ പോകുന്നു എന്ന് പറയുന്നത്. ഈ വിഷയം മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ സ്വാഭാവികമായി മാറ്റിമറിക്കും. മനുഷ്യാവകാശങ്ങൾ, സുരക്ഷ, അഭയാർത്ഥി പ്രശ്നം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുകയുമാണ്. 2021 താലിബാൻ വീണ്ടും അഫ്ഗാനിൽ അധികാരത്തിൽ വന്നതിനു ശേഷം രാജ്യത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ അസ്ഥിരതയും ഭയവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അക്കാലത്താണ് ദശലക്ഷക്കണക്കിന് അഫ്ഗാനികൾ ഇറാനിലേക്ക് കുടിയേറിയത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇറാനിലും പാകിസ്ഥാനിലും തന്നെയാണ് കയറിയത്. ഏകദേശം 6 ദശലക്ഷം അഫ്ഗാനികളാണ് നിലവിൽ ഇറാനിൽ താമസിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അവരിൽ പലരും സാധുവായിട്ടുള്ള രേഖകളില്ലാതെ തന്നെയാണ് താമസിക്കുന്നത് എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ 20 ലക്ഷം പൗരന്മാരെ രാജ്യത്തിൽ നിന്ന് മാറ്റുമെന്നാണ് ഇറാൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള എസ്കന്ദർ മൊമേനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യം നിയമപരമായി അനുമതിയില്ലാത്ത ഇറാനിൽ പ്രവേശിച്ച ആളുകളെ തിരിച്ചയക്കും. ഇസ്രായേലുമായുള്ള സമീപകാല സംഘർഷത്തിന് ശേഷം ഇറാൻ ആഭ്യന്തര സുരക്ഷാ നടപടികളൊക്കെ വളരെ ശക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അഫ്ഗാൻ അഭയാർത്ഥികൾ തീവ്രവാദികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാമെന്നും രാജ്യത്തിൻ്റെ സ്ഥിരതയെ ബാധിക്കാമെന്നുമൊക്കെയാണ് ഇറാൻ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തീവ്രവാദികളെ തീറ്റിപ്പോറ്റുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അവർക്ക് സ്വന്തം നാട്ടിൽ തീവ്രവാദികൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഭയം, ആ ഭയത്തെക്കുറിച്ച് അവരൊന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ അവർക്ക് ഒരിക്കലും ഭീകരവാദികളെ ഫണ്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷെ അവരുടെ ചിന്ത മറ്റൊന്നായതുകൊണ്ടുള്ള പ്രശ്നമാണത്. ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെ കണക്കനുസരിച്ച് വെറും 15 ദിവസത്തിനുള്ളിൽ 5 ലക്ഷത്തിലധികം അഫ്ഗാൻ പൗരന്മാരെ ഇറാനിൽ നിന്ന് അതിർത്തി കടത്തി അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ നടപടി കുടിയേറ്റ വിരുദ്ധമല്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇത് വളരെയധികം ആശങ്ക പരത്തുന്ന ഒരു കാര്യം കൂടിയാണ്. ഗൾഫിൽ ആകെയും ഈ അഫ്ഗാനികളെ കുടിയിറക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇവരുടെ സാന്നിധ്യം ഖത്തറിലേക്ക് തൊഴിൽ തേടി എത്തുന്ന അഫ്ഗാൻകാരെ കൂടി ബാധിക്കുമോ എന്നുള്ളതാണ് അവിടെയുള്ള ഒരു ആശങ്ക. അതായത് ഖത്തറിലേക്ക് തൊഴിൽ തേടിയെത്തുന്നവർ അഫ്ഗാനികളുടെ ആശങ്ക അതാണ്. അഫ്ഗാനിസ്ഥാനിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും മൂലമാണ് ഇവരെല്ലാവരും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് എന്നതാണ്. ഇറാനിലുള്ള അഫ്ഗാനിസ്ഥാൻകാരുടെ സാന്നിധ്യം തലവേദനയായതോടുകൂടിയാണ് ഖത്തറിൽ തൊഴിൽ തേടിയുള്ള അഫ്ഗാനികളുടെ വരവിലും ആശങ്ക ഉണ്ടാകുന്നത്. അഫ്ഗാനിസ്ഥാനിലും ഈ പറയുന്ന രീതിയിലുള്ള വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് അവർ മറ്റു രാജ്യങ്ങളിലേക്ക് ഖത്തറിലേക്ക് കൂടി താലിബാൻ സർക്കാർ അഫ്ഗാനികളെ ഖത്തറിലേക്ക് കൂടി പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇറാൻ ആശങ്കപ്പെടുന്നത് പോലെ തന്നെ ഈ അഫ്ഗാനികളൊക്കെ തീവ്രവാദികളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കാം എന്നുള്ള ഒരു ഭയം ഇവർക്ക് ഉള്ളതാണ്. ഈ രാജ്യങ്ങളുടെ എല്ലാവരും, അത് ഏത് രാജ്യത്തിനായാലും അവരുടെ ഒരു സുരക്ഷ എന്ന് പറയുന്നതിൽ അവർ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലല്ലോ. മറ്റൊരു രാജ്യത്തിൻ്റെ സുരക്ഷ പറയുമ്പോൾ നമുക്ക് ഇപ്പുറത്തിരുന്നുകൊണ്ട് എന്ത് കമൻറ്റും പറയാം. പക്ഷേ സ്വന്തം രാജ്യത്ത് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകാനായിട്ട് ഈ പറയുന്ന രാജ്യങ്ങളാകെയും നമുക്ക്
നമുക്കറിയാം ഖത്തറാണ്, അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ആളുകൾ വരുന്നത്. പിന്നെ എന്തിനാണ് അവർക്ക് ഈ സുരക്ഷാ ഭീഷണി ഉണ്ടാകേണ്ട കാര്യം? അപ്പോഴും അവർ തീവ്രവാദികളുമായി ബന്ധപ്പെട്ടിരിക്കാം, തങ്ങളുടെ രാജ്യവുമായിട്ടുള്ള സുരക്ഷയെ ബാധിക്കാം, ഈ തീവ്രവാദികളുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ ബാധിക്കാം എന്നുള്ളതാണ്. ഇവരാണ് ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ തലതിരിച്ചും മറുകണ്ഠം ചാടിയുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരതയില്ലാത്ത മറുപടികളും ഇന്ത്യക്കെതിരെയുമൊക്കെ പറയുന്നത്. അപ്പോൾ സ്വന്തം രാജ്യത്തിന് നേരെ വരുമ്പോൾ എല്ലാവർക്കും നോവും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. എന്തായാലും ഭാവിയിൽ ഇത് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി ബാധിക്കുമോ എന്നുള്ളതും ഈ ഗൾഫ് മേഖലകളിലാകെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നുഴഞ്ഞുകയറ്റക്കാരെ എത്തിയിട്ടുള്ള 60 ലക്ഷം അഫ്ഗാനികളും ശല്യമായതോടുകൂടിയാണ് ഇവരെ പുറത്താക്കാനുള്ള നീക്കം ഇവർ നടത്തുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ 3100 അഫ്ഗാനികളെ ഖത്തറിലേക്ക് പറഞ്ഞയക്കാനാണ് താലിബാൻ സർക്കാരിൻ്റെ പദ്ധതി എന്നുള്ളതാണ്. ഇവർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നു എന്നുള്ള കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട്. നമുക്ക് എല്ലായിടത്തും തീവ്രവാദ ഭീഷണി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് സത്യത്തിൽ വ്യക്തമാകുന്ന കാര്യമാണ്. പക്ഷെ അതിനെതിരെ കണ്ണടയ്ക്കുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ഇവർക്ക് താല്പര്യമുള്ള ഭാഗങ്ങളിൽ തീവ്രവാദത്തെ വളർത്തുകയും പോറ്റുകയും ഒടുവിൽ കൈക്ക് കൊത്ത് കിട്ടുമ്പോൾ അവരെ കൈവിടുകയും ചെയ്യുന്ന ഒരു സമീപനം. പാകിസ്ഥാനുമായി നമുക്കുണ്ടായ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കുള്ള പ്രശ്നവും ആകെ ഉള്ളത് ഈ ഭീകരരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. അല്ലാതെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭാരതീയനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു രാജ്യക്കാരനെതിരെയുമുള്ള ഒരു വികാരം കൊണ്ടു നടക്കുന്നവരല്ല അവർ. നമുക്ക് ഇസ്രായേലിൻ്റെ ഒരു മനോഭാവമാണ്. കാരണം നമ്മുടെ രാജ്യത്തേക്ക് ഭീകരർ വരരുത്, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മടയിൽ പോയി അടിച്ചു തന്നെ അവരെ ഇല്ലാതെയാക്കും എന്നുള്ളത് അത് നമ്മൾ ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ഇറാൻ ആയിക്കോട്ടെ മറ്റു രാജ്യങ്ങളായിക്കോട്ടെ ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ടൊക്കെ ഈ ഭീകരരെ പോറ്റി വളർത്തുന്ന പല സമീപനങ്ങളും നമ്മൾ കണ്ടിട്ടില്ലേ? ഇവരെല്ലാം ചെയ്യുന്നത് കൊണ്ടല്ലേ ഇവരൊക്കെ ഈ ഫണ്ട് ചെയ്യുന്നത്? പാകിസ്ഥാനിൽ തന്നെ IMFൻ്റെ ഫണ്ട് കൊടുക്കേണ്ട എന്ത് കാര്യമാണ്? IMF ഫണ്ട് കിട്ടിയതുകൊണ്ട് പാകിസ്ഥാൻ അവിടെയുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുകയല്ല, മറിച്ച് അതെല്ലാം ഈ പറയുന്ന ഭീകരർക്ക് വേണ്ടി ഫണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർക്ക് ആയുധങ്ങൾ വാങ്ങാൻ ഇവർ തമ്മിൽ സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണല്ലോ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സമീപനങ്ങൾ ഈ ഖമനെ ഈ പറയുന്ന ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനെ എല്ലാവരും അവരങ്ങ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ സ്വന്തം രാജ്യത്തിനകത്തൊരു തീവ്രവാദി ഉണ്ട് എന്നുള്ള ഒരൊറ്റ സംശയത്തിൻ്റെ പുറത്ത് 20 ലക്ഷം അഫ്ഗാനികളെ അവർ പുറത്താക്കാൻ നീങ്ങുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ഭീകരരെ പിടിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ അവിടെ അവർ പറയുന്ന മറുകണ്ഠം ചാടുന്ന ഒരു നിലപാട് എത്രത്തോളം വൈരുദ്ധ്യാത്മകമാണ് ഇവരുടെയൊക്കെ ഒരു നിലപാടുകൾ എന്നുള്ളത് ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ ഓർത്തു പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.